ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചേഴ്സ് കുറുമ്പി. അപ്പോൾ കൂട്ടുകാരെ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ അനിയത്തീൻ്റെ ഒരു എൻഗേജ്മെൻറ്റിൻ്റെ വീഡിയോ ഒക്കെ ആയിട്ടാണ്. അനിയത്തി എന്ന് പറയുമ്പോൾ ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടാവും എനിക്ക് അനിയത്തി ഉണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതെൻ്റെ അമ്മേൻ്റെ അനിയൻ്റെ മോളുടെ എൻഗേജ്മെൻറ്റ് വീഡിയോസൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ തലേ ദിവസം തന്നെ അമ്മേൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അമ്മയും തത്തയും കൂടെ ഉച്ചയായപ്പോൾ എത്തിയിട്ടുണ്ടായിരുന്നു. ഞാനും കിച്ചുമോളും, എനിക്ക് അന്ന് വർക്കുള്ളതുകൊണ്ട് ഞാനും കിച്ചുമോളും അതൊക്കെ കഴിഞ്ഞിട്ട് വൈകുന്നേരത്താണ് കേട്ടോ വീട്ടിലേക്ക് എത്തുന്നത്. ഞങ്ങൾ എത്തുമ്പോൾ 6:30 ആവാനായിട്ടുണ്ടായിരുന്നു. നല്ല മഴ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയ സമയം മുതൽ ഇവിടെ കരുവാരമുണ്ടാണ് കേട്ടോ. അപ്പോൾ അമ്മേൻ്റെ വീട്ടിലേക്ക് എത്തുന്ന വരെ നല്ല മഴയായിരുന്നു. എന്തായാലും കോട്ടും സൂട്ടൊക്കെ ഇട്ട് ഞങ്ങളിവിടെ എത്തി. വന്നപ്പോൾ ഇവിടെ ആ സമയം മുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ആകെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ചെന്ന സമയത്ത് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് എൻഗേജ്മെൻറ്റ് ഡേ അന്ന് ഇടാനുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്ന് കൊടുത്തിട്ട് അവർ പോകാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അതൊന്നും എടുക്കാൻ വേണ്ടി പറ്റിയില്ല. ബാഗും ഒക്കെ വണ്ടീൻ്റെ ഉള്ളിലായിരുന്നു, ഫോണും കാര്യങ്ങളൊക്കെ. പിന്നെ അവിടെ ചെന്നൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയതിനൊക്കെ ശേഷമാണ് പിന്നീട് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണേ. അത് മാത്രമല്ല, നല്ല മഴയാണ് 2 ദിവസമായിട്ട്. എല്ലാവർക്കും അറിയാം, റെഡ് അലേർട്ടൊക്കെയാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ. അപ്പോൾ നല്ല മഴ എന്ന് പറഞ്ഞാൽ മഴയും പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ കറണ്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അകത്തുനിന്ന് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കുറവും ഒക്കെ ഉണ്ടായിട്ട് അങ്ങനെ വീഡിയോ ഒന്നും വല്ലാതെ എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അല്ലൊരു ഫുള്ള് വീഡിയോ അങ്ങനെ പറയാൻ പറ്റില്ല. എന്നാലും കുറേ ഭാഗങ്ങൾ ഞങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ. കഴിയുന്ന പരമാവധി ഭാഗങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അപ്പോൾ വൈകുന്നേരങ്ങളിൽ എന്താ പറയുക, എല്ലാവരും കാണുമ്പോൾ ആ ഒരു വർത്തമാനവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിനിടയിൽ നമ്മളെ മണവാട്ടീൻ്റെ ഒരു മണവാട്ടിനെയാണല്ലോ അല്ലേ, എൻഗേജ്മെൻ്റ് ആണെങ്കിലും അവൾ മൈലാഞ്ചിയൊക്കെ ഇട്ടത് കാണിക്കുന്നത്. അപ്പോൾ ഉള്ളിലുള്ള മൈലാഞ്ചി എത്രത്തോളം ഇട്ട് നല്ല കളറില്ല, പുറമേ ഇട്ടാൽ നല്ല കളറുണ്ട് കേട്ടോ. അപ്പോൾ ഒക്കെ അത് ഉള്ളിലത്തെ മൈലാഞ്ചി ഇട്ട് നിൽക്കുമ്പോഴാണ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ രാവിലെ ഇടാനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉള്ളത് കഴുകി എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനതൊക്കെ ചോദിച്ചറിയുന്നത് എന്താണ് ഇങ്ങനെ ഉള്ളിലത്തെ മൈലാഞ്ചി ചുവന്നിട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് ചുമക്കാനുള്ള സമയം കിട്ടില്ല. അപ്പോഴത്തേക്കും അവരിങ്ങനെ വന്നപ്പോൾ അതൊക്കെ വായിച്ച് കളഞ്ഞു എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ പിന്നെ നൈറ്റ് ആകെ കൂടെ ഒരു ബഹളമായിരുന്നു കേട്ടോ. ഫുഡ് രാത്രിക്കത്തെ ഫുഡ് എന്ന് പറയുന്നത് തേങ്ങാച്ചോറായിരുന്നു. തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെ തന്നെയായിരുന്നു. പിന്നെ കപ്പയും ചിക്കൻ അങ്ങനെയൊക്കെ ഒന്നിച്ചിട്ട് വെച്ചൊരു കറിയൊക്കെ ആയിരുന്നു, പപ്പടം അങ്ങനെയുള്ളത്. ഈ മഴ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊക്കെയോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങാനും എല്ലാത്തിനും ആകെ കൂടെ ഒരു ഇത്. അപ്പോൾ തൊട്ടപ്പുറത്തെ വീട്ടിലാണ് ഫുഡൊക്കെ ഉണ്ടാക്കണത് കേട്ടോ. അപ്പോൾ കുറേ പേര് ഫുഡ് കഴിക്കുന്നുണ്ട്. അകത്ത് കുറേ പേര് മൈലാഞ്ചി ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. മക്കളൊക്കെ ആകെ കൂടെ തിരക്കാണ്. കുറേ പേര് ഊണ് കഴിഞ്ഞ് പോകുന്നുണ്ട്, രാവിലെ വരാമെന്നൊക്കെ പറഞ്ഞ് പോകുന്നുണ്ടൊക്കെ കസിൻസ് തന്നെയാണ് കേട്ടോ. എല്ലാവരും കൂടെ ഇവിടെ കിടക്കാൻ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ ചെറിയ ചെറിയ കുട്ടികളുള്ളവരൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകുന്നുണ്ട്, രാവിലെ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് കേട്ടോ. ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടില്ലായിരുന്നില്ല. അതിന് മുന്നേ അങ്ങനെ കുറച്ച് സമയമൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും കൂടെ കൂടുമ്പോൾ ഇതുപോലെ ചെറിയ എന്തെങ്കിലും ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം, നമ്മൾ കസിൻസ് എല്ലാവരും വരിക. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം കാണുന്നവരാകുമ്പോൾ നമുക്ക് ഓരോ വർത്താനം കാര്യങ്ങളും ഒക്കെ പറയാനുണ്ടാവും. പിന്നെ നമ്മൾ തന്നെ വീട്ടിലൊരു പരിപാടി നടക്കുന്ന സമയത്ത് നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് എടുക്കാനും ചിലപ്പോൾ പറ്റൂലല്ലോ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ എൻഗേജ്മെൻറ്റിൻ്റെ ബ്രൈഡ് എന്ന് പറയുന്ന ആളിതാണ്. അത് അവരെ ഏട്ടത്തിൻ്റെ മോളാണ് കേട്ടോ, അമ്മായിൻ്റെ ഏട്ടത്തിൻ്റെ മോളാണ്. അപ്പോൾ അവർ ഫുഡ് കഴിച്ചിട്ട് പോവുകയാണ്. കുട്ടികളൊക്കെ എന്താ പറയുക ഉറങ്ങി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനി എല്ലാം രാവിലെ വരും. പിന്നെ ഇവിടെ നിൽക്കുന്നവരുണ്ട്, രാവിലെ വരുന്നവരുണ്ടൊക്കെ അടുത്തടുത്ത് തന്നെയാണ് കേട്ടോ വീടുകളെല്ലാവരും. മഴയാണ് ആകെ ഒരു പരിപാടി, എന്താ പറയുക, ഒരു ഫങ്ഷൻ ആകുമ്പോൾ മഴ പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാകും. ഒരു മഴ പെയ്യണതല്ലല്ലോ, നിൽക്കാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് കുറച്ചൊരു ഒഴിവുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. അപ്പോൾ ഒരു പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. പിന്നെ അതുമാത്രമല്ല, വീട് പെയിൻറ്റിങ് ഒക്കെ തീർന്നതിനെ തലേ ദിവസമൊക്കെയാണ് തോന്നുന്നത്. തലേ ദിവസമല്ല, ഞങ്ങൾ ചെന്നപ്പോഴൊക്കെ അവിടെ ഫ്രണ്ട് വാതിൻ്റെയൊക്കെ ഡോറുണ്ടല്ലോ, അതിൻ്റെയൊക്കെ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എല്ലാം കൂടെ ഒരു തിരക്കിട്ട പണികളും ആകെ കൂടെ ഒരു ബഹളവും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ ഗൈസ്, ഞാൻ രാവിലത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ ഞാൻ രാത്രി ഒന്നും എടുത്തില്ല, കാരണം ഫോണിൽ ചാർജൊക്കെ കുറവായിരുന്നു. കറണ്ട് എപ്പോഴാണ് വരിക എന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ മക്കൾ ഇനിയിപ്പോൾ തത്തയും കിച്ചും ശ്രീമോളും ലച്ചും എല്ലാവരും ചെറിയ മാമേൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. അതും എടുത്ത് തന്നെയുണ്ട്, ഒരു നടപ്പുറത്ത് തന്നെയാണത്. അപ്പോൾ അങ്ങോട്ട് പോവുകയാണ്, കാരണം ഒരു കുളിക്കാനൊക്കെ പോവുകയാണ്. അത് കഴിഞ്ഞിട്ട് സുന്ദരീൻ്റെ കൂടെ ഒരു ബ്യൂട്ടീഷ്യൻ ഒരുക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാനുണ്ട്.
പിന്നെ ഇവർ ഇവിടെ തന്നെയാണ് സ്റ്റേജും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ സിറ്റ് ഔട്ടിൽ തന്നെ ചെയറും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് അവർ പോയി. ഗൈസ്, ഇത് ചിക്കൻ പാർട്സും ഉപ്പുമാവും ആയിരുന്നു ഇന്ന് നമ്മൾ രാവിലെ കഴിക്കാനുണ്ടാക്കിയത് കേട്ടോ. അത് കഴിഞ്ഞ് ഞാനും ഡ്രസ്സൊക്കെ മാറി ചേഞ്ച് ചെയ്തു കേട്ടോ. മക്കൾ പിന്നെ അവളെ ഒരുക്കാൻ വേണ്ടിയിട്ട് പോയതാണ്, അപ്പോൾ അവരെത്തിയിട്ടില്ല. പിന്നെ ഇത് ചിക്കൻ്റെ പാർട്സ് ഇതിപ്പോൾ ഉണ്ടാക്കിയതാണ്, രാവിലെ ഉണ്ടാക്കിയതാണ്. അതൊക്കെ ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ടുണ്ട്. വേണ്ടവർക്ക് ഉപ്പുമാവിൻ്റെ കൂടെ കഴിക്കണവർക്ക് അത് കഴിക്കാം. കാരണം ഈ പാർട്സ് അങ്ങനെ എല്ലാവരും കഴിക്കണവരാവില്ല, അതിൻ്റെ കൂടെ കഴിക്കാം. ചായ കുടിക്കണ തിരക്കുണ്ട്, അങ്ങനെ എല്ലാം എന്താ ഓരോരുത്തരും വന്ന് ഓരോ പണികളിലുമാണ്. എന്നാൽ ആവണവർ അങ്ങനെ വന്ന് ചായയൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയും രാവിലെയും കറണ്ട് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. KCBക്ക് വിളിച്ചപ്പോൾ ഒരു 8 മണി എന്ന് പറഞ്ഞു. എന്തോ വീണിട്ടാണ് പ്രശ്നം വന്നത്. പിന്നെ 9 മണി എന്ന് പറഞ്ഞു. പിന്നെ എപ്പോഴോ കറണ്ട് വന്നു, അതൊന്നും ആരും ശ്രദ്ധിച്ചതൊന്നുമില്ല. പിന്നെ അങ്ങനെ ഓരോ സെക്ഷൻ ഡ്രസ്സൊക്കെ എടുക്കണതും സാരി എടുത്തു കൊടുക്കണേ, അങ്ങനെ ഓരോ തിരക്കും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അച്ചമ്മയ്ക്ക് സാരി എടുത്തു കൊടുക്കുന്നുണ്ട്. പിന്നെ എന്താ പറയുക, ഓരോരുത്തരും വരുമ്പോൾ നമ്മൾ വർത്തമാനം പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഓൺ വോയിസ് അങ്ങോട്ട് ഞാൻ കുറേ ഭാഗങ്ങൾ ഞാൻ മാറ്റിയതാണ് കേട്ടോ. പിന്നെ ഞാനവിടെ അമ്മമ്മയ്ക്കാണ് കേട്ടോ സെറ്റ് സാരി എടുത്തു കൊടുക്കണത്. ഇവിടെ അമ്മായി ചെറിയമ്മയ്ക്ക് സാരി എടുത്തു കൊടുക്കണുണ്ട്. ാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. സുന്ദരി വന്നിട്ടില്ല, അതായത് ഇങ്ങോട്ട് വരാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പം മഴ ആയതുകൊണ്ട് പിന്നെ കറണ്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് പിന്നെ അവൾ അങ്ങനെ അങ്ങോട്ട് പോയിട്ടോ. പാർലറിലേക്ക് പോയി ഒരുങ്ങാൻ വേണ്ടിയിട്ട്. വലിയ മേക്കപ്പ് ഒന്നും ചെയ്യണില്ല, സിമ്പിളായിട്ടും ജസ്റ്റ് ഒരുങ്ങണേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. ഓവർ മേക്കപ്പ് ഒന്നും ചെയ്യേണ്ട, ചെറിയ സിമ്പിൾ ഐറ്റം ചെയ്യാമെന്നുള്ള രീതിയിലാണ് പോയതാണ് കേട്ടോ. ഈ ഒരു ഡേ എന്നൊക്കെ പറഞ്ഞാൽ ചെറുതായിട്ടൊന്നും ഒരുങ്ങണമല്ലോ അല്ലേ, അങ്ങനെ ഓവറായിട്ട് ഒരുങ്ങിയിട്ടില്ലെങ്കിലും. അങ്ങനെ പിന്നെ എല്ലാവരും അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു, വർത്താനൊക്കെ പറയണു. അപ്പോൾ കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെടുമ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത് കേട്ടോ. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കാനൊന്നും മറന്നു പോകരുത്. അപ്പം ഞങ്ങൾ എൻഗേജ്മെൻ്റ് ആണെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ ആരും പുതിയ ഡ്രസ്സ് അങ്ങനെയൊന്നും എടുത്തിട്ടില്ല. മീൻസ് അതായത് ഇതിന് വേണ്ടിയിട്ടൊന്നും ആരും ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. ഒക്കെ എല്ലാവരും പഴയ ഡ്രസ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ജസ്റ്റ് ഞാനും കിച്ചുമോളും തത്തിയൊക്കെ ധാവണി തന്നെയാണ് എടുക്കണേ. അപ്പോൾ ഞങ്ങൾ ആ ഒരു ധാവണി മാത്രം അതായത് എൻ്റെ പാവാടയും സ്കേർട്ടും ബ്ലൗസൊക്കെ പഴയ തന്നെയാണ്, മുമ്പ് ഉപയോഗിച്ചത് തന്നെയാണ്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ ആ ധാവണീൻ്റെ ഷാള് മാത്രം ഒന്ന് ജസ്റ്റ് വാങ്ങി. അപ്പോൾ ഇനിയിപ്പോൾ കല്യാണം വരാൻ പോവുകയാണല്ലോ, അപ്പോൾ അതിനടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇങ്ങനെയൊക്കെയാണ് പരിപാടികൾ. അപ്പം അമ്മമ്മയൊക്കെ ഓരോരുത്തരെയും കണ്ട് വർത്താനൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതായത് നമ്മളെയൊക്കെ ചിലപ്പോൾ അവർക്ക് അറിയുണ്ടാവും, നമുക്ക് അത്ര വലിയ പരിചയം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ധാരാണെന്നൊക്കെ ചോദിച്ച് വർത്താനം പറയുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ചെക്കൻ എന്ന് പറയുന്നത് പുറത്തുള്ള ആരുമല്ല, നമ്മുടെ കസിൻ തന്നെയാണ്, അമ്മമ്മേൻ്റെ അനിയൻ്റെ കുട്ടിയാണ് കേട്ടോ. പേര് സജേഷ് എന്നാണ്. ഒരു തിരൂരാണ് താമസം. ഇപ്പോൾ പോലീസിലാണ് വർക്ക് ചെയ്യണത്. പിന്നെ സുന്ദരിയും അവൾ പഠിത്തമൊക്കെ കഴിഞ്ഞു. കുറച്ച് നാളേക്ക് ഒരു 6 മന്തൊക്കെ ഹയർ സെക്കൻഡറിയിലെ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ടീച്ചിങ്ങാണ് കേട്ടോ, ആളുടെ ഫീൽഡ് ടീച്ചിങ്ങാണ്, പഠിപ്പിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇപ്പോൾ 2 മാസമൊക്കെ ആയിട്ട് വെക്കേഷനും കാര്യമാണ്, അപ്പോൾ അങ്ങനെ ഫ്രീ ആയിട്ട് നിൽക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ തന്നെയാണ് ചെക്കനെയും പെണ്ണിനെയും കുറിച്ചുള്ള പറയാൻ ഉള്ളത്. അങ്ങനെ വലുതായിട്ട് പറയണമെന്നില്ല, കാരണം ചെക്കനും പെണ്ണൊക്കെ നമ്മുടെ എൻ്റെ കുടുംബത്തിലുള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇനിയിപ്പോൾ ലവ് അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് ഇവന് കല്യാണം ആലോചിക്കുന്ന സമയമായപ്പോൾ ഒന്ന് ചോദിച്ചു കൊടുക്കുമോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെ വലിയ നമുക്ക് പ്രത്യേകിച്ചൊന്നും പരിചയമുള്ളവർ തന്നെയാണല്ലോ. അപ്പോൾ പിന്നെ കുട്ടികൾക്കും തമ്മിൽ കുഴപ്പമില്ല, ഓർക്കും ഒന്നുകൂടെ അറിയുന്ന ആൾക്കാരാകുമ്പോൾ മനസ്സിലാക്കാനൊക്കെ പെട്ടെന്നുണ്ടല്ലോ. കുടുംബം അറിയാം, അവർക്കും നേരിട്ടറിയാം. അപ്പോൾ ഓക്കെ. പിന്നെ രണ്ടാളും ജോലിയുള്ളവർ, അവനും ജോലിയുണ്ട് അവർക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണല്ലോ, 2 പേർക്കും വിദ്യാഭ്യാസം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പിന്നെ അങ്ങനത്തെ ജോലിക്കാർ തന്നെ വേണം, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുണ്ട്. ഓക്കെ, കുട്ടികൾ അവർക്കും കുഴപ്പമില്ല, അങ്ങനെ നടത്തുകയാണ് കേട്ടോ. ഇത് കാരണം കുടുംബത്തിലേക്ക് തന്നെ പറയുമ്പോൾ ചിലവരെയൊക്കെ വിചാരം ഉണ്ടായിരിക്കും, ലവ് ആണോ, അങ്ങനെ ലവ് ഒന്നുമല്ല, അറേഞ്ച്ഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അവന് ആർക്കും വലിയ എതിർപ്പുകളൊന്നും ഇല്ല. എതിർപ്പ് മീൻസ് ഒരൊറ്റ കാര്യത്തിലുണ്ടാവുള്ളൂ, കുടുംബത്തിലേക്ക് തന്നെ പോകുമ്പോൾ എന്തെങ്കിലും അങ്ങനത്തേത്. പക്ഷെ വലിയ അങ്ങനെയൊന്നും കുഴപ്പമില്ല. അവരെ കുട്ടികളോട് സംബന്ധിച്ചപ്പോൾ രണ്ടാൾക്കും കുഴപ്പമില്ല. അപ്പോൾ ഓക്കെ, നമ്മൾ നടത്താമെന്ന് വിചാരിച്ചു. പഠനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞും ചെയ്യുന്നല്ലോ. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു എൻഗേജ്മെൻറ്റ്. പെട്ടെന്ന് തന്നെയാണ് കേട്ടോ എൻഗേജ്മെൻറ്റ് ഉണ്ടായത്. അവിടെയാണെങ്കിൽ ഇവിടെ വീട് പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതായത് പുറത്തൊക്കെ പഴയ ബാത്റൂമൊക്കെ കംപ്ലൈൻ്റ് ആയിട്ട് അതൊക്കെ പുതിയത് പുതുക്കി പണിയുന്ന സംഭവമായിരുന്നു.
അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ നമ്മുടെ പെൺകുട്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരുക്കിയതൊക്കെ ചോദിക്കുമായിരുന്നു. നോക്കുകയാണെങ്കിൽ വല്ലാതെ ഒരുങ്ങണമെന്നൊന്നും ഇഷ്ടമല്ല കേട്ടോ, സിമ്പിളാണ് ആൾ. അപ്പോൾ ചോദിക്കുന്നത് ചേച്ചി എങ്ങനെയുണ്ട്, ഓവറായോ ബോറായോ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പം പറഞ്ഞില്ല, നല്ല പാകത്തിന് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല, ഇന്നത്തെ ദിവസമല്ലേ, നമുക്ക് ഒരു ദിവസം നല്ല അഡ്ജസ്റ്റ് ചെയ്യാം അങ്ങനെ. പിന്നെ ഇതാ ചെക്കൻ്റെ വീട്ടിൽ നിന്ന് നാത്തൂമാരാണ്, മീൻസ് നാത്തൂമാർ പറയുമ്പോൾ ചെക്കൻ്റെ അവിടെ 2 പെണ്ണും 2 ആണുമാണ്. മൂത്ത ആളാണ് ഈ ഒരു പച്ചസാരി എടുത്ത് നിൽക്കുന്നത്. ആ പച്ചയിൽ ഇപ്പുറത്തുള്ള നല്ല എന്താ പറയുക ഡാർക്ക് പച്ചസാരി കേട്ടോ അത്. അപ്പോൾ അവളും ഞാനും ഒരുമിച്ച് തന്നെയുണ്ട്, ഞങ്ങൾ ഏജും കാര്യങ്ങളൊക്കെ ഒന്നാണ്. പിന്നെ അതിന് താഴെയാണ് ഇപ്പം ഇതിൻ്റെ താഴെ ഒരാണും കൂടെ കേട്ടോ. അങ്ങനെയാണ്. അപ്പം അമ്മ എന്താ പറയുക വെള്ളം കൊടുക്കുകയാണ് ചെക്കൻ്റെ വീട്ടിൽ നിന്ന് വന്നവർക്കൊക്കെ. അപ്പം അമ്മേനെ സ്വയം പരിചയപ്പെടുത്തുകയാണ്, ഞാൻ പെണ്ണിൻ്റെ അമ്മായിയാണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞങ്ങൾ ചിരിക്കുന്നു കേട്ടോ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല കേട്ടോ, ഒക്കെ അറിയുന്ന ആളുകളായതുകൊണ്ട് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. പിന്നെ അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി അവിടെ സ്റ്റേജിൽ വെച്ചിട്ടാണല്ലോ കൊടുക്കുക. അപ്പോൾ ഏതായാലും നിലവിളക്ക് കൊടുത്ത് ഇറങ്ങുകയാണ് കേട്ടോ, പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനിയിപ്പോൾ എന്താ ജാതകങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയും പിന്നെ ഡേറ്റ് ഫിക്സ് ചെയ്യണ്ടാവില്ല, മാസം ഫിക്സ് ചെയ്യും. അതായത് കല്യാണത്തിൻ്റെ മാസം അവർ ഫിക്സ് ചെയ്യും, അങ്ങനെയാണല്ലോ. പിന്നെ ജനുവരിയിലേക്കാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ, നമ്മളെ അടുത്ത വർഷം ജനുവരിയിൽ നോക്കാമെന്നുള്ളതാണ്. അങ്ങനെ മാസമായി നമ്മൾ ഫിക്സ് ചെയ്തിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ഇനിയിപ്പോൾ അവരെ അതായത് കാരണവന്മാരെ തമ്മിൽ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയാലും അങ്ങനെയൊക്കെയാണ് തോന്നുന്നുണ്ട്. പിന്നെ മഴ ആയതുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റുമായിരുന്നു. കാരണം ഇത് ഈ ഫ്രണ്ട് കാണുന്ന റോഡാണ് കേട്ടോ ഗൈസ്. അപ്പോൾ അവിടേക്കൊന്നും അങ്ങനെ നിന്ന് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇതിൽ കാണുമ്പോൾ അറിയില്ല, ചെറുതായിട്ട് അങ്ങനെ ചാറ്റിന് മഴ നനയും, അതിനുള്ളൊരു മഴ പുറത്ത് പെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് ഇറങ്ങിപ്പോയിട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇവിടെ പിന്നെ അകത്താണെങ്കിൽ നിറയെ ആളുകളുണ്ട് കേട്ടോ. എവിടേക്കാണ് ഒന്ന് മാറി നിന്നിട്ട് വീഡിയോസ് എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ അവരെ തൊട്ട് മുന്നിൽ പോയിട്ട് നമുക്കത് വീഡിയോ എടുക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ ആൾ കൂടുമ്പോൾ നമുക്കത് അവരെ മുന്നിൽ നിന്നിട്ട് വീഡിയോസ് എടുക്കുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. ഓർക്കറിയില്ല, ചിലപ്പോൾ നമുക്ക് യൂട്യൂബ് ചാനലുണ്ട് അങ്ങനെയെന്നുണ്ടാകും. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഞാനാണെങ്കിലോ ഈ റൂമിൻ്റെ അവിടെ നിന്ന് സിറ്റൗട്ടിലേക്ക് ഇറങ്ങണം ആ ഒരു ഭാഗത്ത് നിന്നിട്ടാണ് ഈ വീഡിയോസൊക്കെ എടുക്കണം കേട്ടോ. അപ്പോൾ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട്, ക്ലിയർ ഉണ്ടെന്നൊന്നും എനിക്ക് അത് പറയാൻ പറ്റില്ല. ജസ്റ്റ് കൂട്ടുകാരോട് നമ്മൾ വീട്ടിലൊരു വിശേഷം നടന്നപ്പോൾ നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുക്കുകയാണ് കേട്ടോ. നല്ല ആളുകളുണ്ടായിരുന്നു. ചെക്കൻ്റെ വീട്ടിൽ നിന്ന് 75-80 പേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളാ ഭാഗത്തുള്ള എല്ലാവരും, പിന്നെ നമ്മുടെ ഫാമിലിയിൽ നിന്നുള്ള എല്ലാവരും, അങ്ങനെ മൊത്തത്തിൽ നല്ല അത്യാവശ്യം ആളുണ്ടായിരുന്നു കേട്ടോ. ഒരു 500 പേരുടെ ഒരു പരിപാടിയാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ആ കാര്യങ്ങളൊക്കെ അവിടെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക ചെക്കനെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സംഭവങ്ങളൊക്കെ, അതായത് വളയം അല്ല അതൊക്കെ ഇട്ട് കൊടുക്കുക. ഒരു കലണ്ടറിലൊക്കെയാണ് ഡേറ്റ് നോക്കുന്നത് കേട്ടോ. അപ്പോൾ 2026 കലണ്ടർ ആയിട്ടില്ലല്ലോ, 25 കഴിഞ്ഞെങ്കിൽ ഒരു കലണ്ടർ കിട്ടുള്ളൂ. അപ്പോൾ അവർ അതൊക്കെ കഴിഞ്ഞു, അതായത് മാസം ഫിക്സ് ചെയ്തിട്ടു ജനുവരിയിൽ ആക്കാമെന്നുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് ചെറുക്കനും പെണ്ണും അങ്ങോട്ടും ഇങ്ങോട്ടും ബൊക്കെയൊക്കെ കൊടുത്തു. അങ്ങോട്ടും ഇങ്ങോട്ടല്ല, ചെക്കൻ പെണ്ണിന് ബൊക്കെ കൊടുത്തു, ഫ്ലവറൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞ് ബാക്കിയുള്ളവരൊക്കെ മിഠായികളും ഡ്രസ്സ് പിന്നെ ഫോണ് അങ്ങനെയുള്ള ഐറ്റംസും കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് ചെക്കൻ്റെ പെങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവളാണ് വള ഇട്ട് കൊടുക്കുന്നത് കേട്ടോ.
അങ്ങനെ പാലയിടയിലൊക്കെ കഴിഞ്ഞു. അവർ കൊണ്ടുവന്ന മിഠായികൾ, ഡ്രസ്സ്, ഫോണ് അതൊക്കെയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഫോട്ടോസ് എടുക്കണ കുറേ സമയം, അതായത് ചെക്കൻ്റെ ഫ്രണ്ട്സും ഒക്കെ നിന്നിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ച് ഫാമിലി ഫോട്ടോസും അങ്ങനെയുള്ള ഇതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് കേക്ക് കട്ട് ചെയ്യാൻ കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. കൊടുക്കടി അമ്മേ പാകപ്പാടങ്ങൾ കിട്ടിയതുമില്ല. എല്ലാ കുട്ടികൾക്കും ഓരോ കഷ്ണം കുട്ടിയുടെ മേടിച്ചോളെ കേക്ക് അമ്മ വെട്ടി മുറിക്കാനാണ് കിട്ടിയൊരു മാറിക്കും കിട്ടാ അല്ല ഒരു പ്ലേറ്റ് ആക്കിട്ട്. ഗൈസ് അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടയിലൊക്കെ കഴിഞ്ഞു. എല്ലാവർക്കും അവിടെ കൂടിയവർക്കൊക്കെ കൊടുത്തു കേട്ടോ. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഫുഡ് ഉണ്ടായിരുന്നത് മന്തി ആയിരുന്നു, പിന്നെ ബിരിയാണി ഉണ്ടായിരുന്നു, കടായി ഉണ്ടായിരുന്നു, പിന്നെ ചിക്കൻ ഫ്രൈ ചെയ്തത്, പിന്നെ സാലഡുകൾ, പിന്നെന്താണ് ചോദിച്ചാൽ ഐസ്ക്രീം, കാപ്പി അല്ലേ, കാപ്പി ഉണ്ടായിരുന്നില്ലേ, ഓക്കെ അത് അങ്ങനെയായിരുന്നു. അപ്പം ഞങ്ങൾ ഇനി ഫുഡൊക്കെ കഴിക്കട്ടെ. അവിടെ ബാക്കിയുള്ളവരൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ലാസ്റ്റ് മീൻസ് ഏകദേശം 2-3 ട്രിപ്പൊക്കെ കഴിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഇരുന്നത്. അതൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് സമയം ഇങ്ങനെ ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കുകയാണ്. പിന്നെ
അങ്ങനെ ഞങ്ങളൊക്കെ ഫുഡ് കഴിച്ചിട്ട് പിന്നെ കുറച്ച് നേരം അവിടെ ഫ്രണ്ടിൽ വന്ന് അങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി ഒരു പുറത്തേക്ക് പോവുകയാണ് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ ഒരു പാർക്ക് ഉണ്ടല്ലോ കരുവാരകുണ്ട്, അവിടേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ആ വണ്ടിയിൽ പോവുകയാണ്. പെണ്ണും ചെക്കനും കയറിയിട്ടുണ്ട്. പിന്നെ നമ്മളെ കുട്ടികൾ മൊത്തം കയറിയിട്ടുണ്ട് കേട്ടോ. കിച്ചുമോള് തത്ത പോയില്ല, തത്ത പഠിച്ചോടെ ഇരുന്നു. അമ്പാടി, കണ്ണന്, ശ്രീമോള്, മോളുട്ടി, അങ്ങനെ എല്ലാം കുട്ടിപ്പട്ടാളെല്ലാവരും കയറിയിട്ടുണ്ട്. ക്യാമറാമാനും 2 പേരും കയറിയിട്ടുണ്ട്. കൊച്ചും ഡ്രൈവറാണ് കേട്ടോ, ഓനും കയറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം ഇവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഇങ്ങോട്ട് ക്ലിയർ ഉണ്ട് ഗൈസ്. അങ്ങനെ എൻഗേജ്മെന്റിന്റെ ബഹളവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. ഭയങ്കരമായത് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഒന്നും ഉണ്ടാകാൻ വേണ്ടി പറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങളെല്ലാവരും ഫ്രഷ് ആയിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കൂടി കഴിഞ്ഞു. ഇതൊക്കെ സുന്ദരിന്റെ അമ്പിളീന്റെ ഡ്രസ്സാണ് ഗൈസ്. ഇല്ലേ ദൂര രസം ഫോട്ടോസൊക്കെ ഞങ്ങളെല്ലാരും നിന്നെടുത്തു. പിന്നെ ഒറ്റയ്ക്ക് എടുത്തു. ഞാനും ചേച്ചി അമ്പാടി അമ്മയെ ചെയ്ത് നിർത്തിക്കൂടെ ഓല് പോന്ന പാർട്ടിക്ക്. ഞങ്ങളവിടെ നിന്ന് ഇങ്ങനെ എടുക്കുക, നല്ല രീതിയിൽ എടുത്തിട്ട് തീരെ ക്ലിയർ ഇല്ലപ്പോ, മറ്റേ കാണുമ്പോ തീരെ. ഗൈസ്, ഒരു കൊണ്ടുവന്ന മുട്ടായിയാണ് ഞങ്ങൾ ഇപ്പൊ കഴിക്കുകയാണ്. ഇവിടെ ഇന്നലെ തുടങ്ങിയ മഴയാട്ടോ, പെരും മഴയാണ്. ഇതേതാ മുട്ടായി? ഇനിയുണ്ടോ? ഹായ് പറയും. കടക്കാണ് പിന്നെ ഒരാള്. അങ്ങനെ ഗൈസ്, പിന്നെ ഞങ്ങൾ നൈറ്റ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ഞങ്ങൾ പറയാൻ വേണ്ടി മറന്നു, അതായത് നോൺ വെജ് കഴിക്കാത്തവർക്ക് വെജ് ഉണ്ടായിരുന്നു കേട്ടോ. ചോറ്, സാമ്പാർ, അവിയൽ, പപ്പടം, ഉപ്പേരി അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ പറയാൻ മറന്നുപോയി, ഇത് കഴിക്കാത്തവർക്ക്. അപ്പോൾ നമുക്കിവിടെ രാത്രി കഴിക്കാനുള്ള ഫുഡ് നമ്മൾ മാറ്റി വെച്ചിരുന്നു. കാരണം എല്ലാവരും ഉണ്ടല്ലോ, നമ്മളെല്ലാവരും തറവാട്ടിലുള്ളവരും പിന്നെ മാമേനടുത്തൂരും അങ്ങനെ ചെറിയ മാമേനടുത്തൂരും എല്ലാവരും ഇന്നിവിടെ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്കെല്ലാം ഉള്ള ഫുഡൊക്കെ ഞങ്ങൾ മാറ്റി വെച്ചു. അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി പോവുകയാണ്. മന്തിയൊക്കെ കഴിഞ്ഞു കേട്ടോ ഗൈസ്. മന്തി അങ്ങനെ ശരിക്കും എല്ലാവർക്കും കിട്ടിയിട്ടില്ല. മന്തിക്ക് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്ന് പറഞ്ഞ്, അപ്പോൾ അതൊന്നും അല്ലാതെ ആർക്കും കിട്ടിയിട്ടില്ല. അപ്പോൾ ഞങ്ങൾ കഴിക്കുകയാണ്. പിന്നെന്താ, മക്കളവിടെ എന്തൊക്കെയോ മുട്ടായികളൊക്കെ തിന്നുന്നുണ്ട്. എല്ലാവരും എന്തായാലും ഞങ്ങൾ ഫുഡൊക്കെ ചൂടാക്കിയിരുന്നു കേട്ടോ. രാവിലെ വെച്ചത് ഫുഡല്ലേ, അപ്പോൾ അതൊക്കെ ഇനി തണുത്തിട്ടുണ്ട്, നല്ല മഴയാണല്ലോ. അപ്പോൾ വേണ്ട ചോറും സാധാ ചോറുണ്ടായിരുന്നു, അതും ചൂടാക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കനും നെയ്ച്ചോറും കുറച്ചൊക്കെ ബിരിയാണി കുറച്ചിരിക്കുന്നുണ്ട്, അതൊക്കെ ചൂടാക്കിയിരുന്നു. പിന്നെ കുറച്ചൊക്കെ ബിരിയാണീൻ്റെ റൈസും ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ തൊട്ടടുത്ത വീടുകളിലൊക്കെ കൊടുക്കുകയും ചെയ്തിട്ടോ. അവിടെ ഉണ്ടായിരുന്നവർക്കൊക്കെ അപ്പോൾ കൊടുത്തു, കുറച്ചൊക്കെ ബാക്കി വന്നത്. പിന്നെ അതുപോലെ പെണ്ണിൻ്റെ ഫ്രണ്ട്സിന് കുറച്ച് മിഠായി അവിടെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാക്കി 2 ബോക്സ് മിഠായി അപ്പം തന്നെ തീർന്നിട്ടുണ്ടായിരുന്നു. ഇത് അവളെ ഫ്രണ്ട്സിനും പിന്നെ വീട്ടിലുള്ള 1-2 പേർക്കൊന്നും, അതായത് നമ്മളതിൻ്റെ അകത്തുള്ളവർക്കൊന്നും മിഠായി കിട്ടിയിട്ടില്ല. പുറത്തുള്ളവർ കുട്ടികളൊക്കെ അങ്ങനെ എടുക്കല്ലായിരുന്നു, വാങ്ങിയവർ തന്നെ വാങ്ങിക്കൊണ്ടിരിക്കല്ലേ മിഠായിയൊക്കെ. അപ്പോൾ കുറച്ചങ്ങനെ ഓളെ ഫ്രണ്ട്സിനും ആർക്കൊക്കെ കൊടുക്കാനുള്ളത് അവിടെ മാറ്റി വെച്ചിട്ട് ആ ഒരു മിഠായി കേട്ടോ. ബാക്കി ഉള്ള മിഠായിയൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ആ സമയത്ത് തന്നെ അവിടെ വെച്ച് തന്നെ മിഠായിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 ബോക്സ് അപ്പം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കൊണ്ടുവന്നതൊക്കെ ഞങ്ങൾ നോക്കിയിരുന്നു എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഡ്രസ്സുകളാണ് കേട്ടോ ഇത്. അവൾ അന്ന് ഇട്ട ഡ്രസ്സ് അവർ കൊണ്ടുവന്നതാണ്. അതിലേക്കുള്ള ഫാൻസി ഐറ്റംസ്, വളമാല, കമ്മല അതൊക്കെ കൊണ്ടുവന്നിരുന്നു. പിന്നെ ഇത് ഒരു ജോഡി ഡ്രസ്സ്, ഇനി വേറെ ഒന്നും കൂടെ ഉണ്ട്. ടോട്ടൽ 3 ജോഡി, അതായത് പെണ്ണ് അന്നത്തെ അതായത് ഫംഗ്ഷൻ ഇട്ട ഡ്രസ്സ് അടക്കം 4 ഡ്രസ്സ് ഉണ്ടായിരുന്നു. ഫംഗ്ഷൻ ഇട്ട ഡ്രസ്സും പിന്നെ അതിൻ്റെ പുറമെ 3 എണ്ണം വേറെ കേട്ടോ. 2 മോഡേൺ ഡ്രസ്സ് ഉണ്ട്, അതായത് പാൻറ്റ് ഷർട്ട് പോലെ 2 എണ്ണം, പിന്നെ ഒരു ചുരിദാറുണ്ട്, പിന്നെ അവളിട്ട ലെഹങ്ക അതും. പിന്നെ വേറെ എന്താണ്, ചെരുപ്പുണ്ട്, പിന്നെ ഫോണ്. അപ്പം ഞങ്ങൾ അതൊക്കെ കാണുമായിരുന്നു. എല്ലാം കഴിഞ്ഞിട്ട് രാത്രി നോക്കാമെന്നുള്ളതിൽ അങ്ങനെ ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം നല്ല നല്ല ഭംഗിയുണ്ട് ഗൈസ്, എല്ലാം അടിപൊളിയായിരുന്നു.
നല്ല മോഡേൺ ഡ്രസ്സുകൾ തന്നെയാണ്. പിന്നെ ഇതാണ് ഗാലക്സി ആണ് ഫോൺ, സാംസങ് ഗാലക്സി അതാണ് ഫോൺ കേട്ടോ. അപ്പോൾ അവളോട് ഐഫോൺ വേണമെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഐഫോൺ വേണ്ട, ഐഫോൺ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും, ചാർജ് കയറില്ല എന്നൊക്കെ പറയുന്നുണ്ട് അവൾ. അപ്പോൾ ഏതായാലും ഫോണല്ല, അടിപൊളി ഫോണാണ്. അപ്പോൾ ഇത് തന്നെയാണ് എൻ്റെ കയ്യിലുള്ള ഫോൺ കേട്ടോ ഗൈസ്. അപ്പോൾ ഫോൺ കണ്ടോ. പിന്നെ എന്തായിരുന്നു, ഫോണൊക്കെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു, അതൊക്കെ തന്നെ. പിന്നെ വളയും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ആ സമയത്ത് കേട്ടോ. വളയൊക്കെ ഞങ്ങൾ പിന്നെയാണ് കാണുന്നപ്പോൾ ഞാൻ അങ്ങനെ പറയായിരുന്നു, സുന്ദരീൻ്റെ കൈയും എൻ്റെ കൈയൊക്കെ വളരെ എന്താ പറയുക, കട്ടിയില്ലാത്ത കൈകളാണ്, വണ്ണല്ലാത്ത കൈയാണ് ഞങ്ങളെ കൈയൊക്കെ, ചെറിയ കൈയാണ്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ എന്താ പറയുക, ഞാനും പറയായിരുന്നു ചെറിയ വള മതിയല്ലോ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് അവരെ പറയാൻ പറ്റില്ല, ഇവള് അളവിന് കൊടുത്തയച്ച ആ ഒരു വളയ്ക്കനുസരിച്ചാണ് ഒരു വള സെലക്ട് ചെയ്തത്. ഇവള് കൊടുത്തയച്ച അത്യാവശ്യം വലുപ്പം ഉണ്ടാവുകയാണെങ്കിൽ, നമ്മൾ സ്വർണ്ണത്തിൻ്റെ വള എപ്പോഴും കുറച്ച് ടൈറ്റിലിരിക്കണോ ഭംഗി. അപ്പോൾ എന്തായാലും അതൊക്കെ കണ്ടു, എല്ലാം നല്ല അടിപൊളിയായിരുന്നു. വള കുറച്ച് വട്ടം കൂടുതലുണ്ടെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ കുഴപ്പമില്ല, അടിപൊളി. പിന്നെ ഈ ഒരു ബൊക്ക എൻ്റെ അടിയിൽ കാണാണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കുട്ടികളൊക്കെ എടുത്ത് വലിച്ച് പറിച്ച് കളഞ്ഞോ എന്നൊക്കെ വിചാരിച്ചപ്പോൾ കുറേ സമയം കൊണ്ട് തിരകിയിരുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടി, എവിടുന്നോ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള ആ റോസ് ഉണ്ടല്ലോ, അത് ഒറിജിനൽ റോസാണ്, അതായത് പ്ലാസ്റ്റിക്കിൻ്റെ അങ്ങനത്തെ ഒരു ഫ്ലവറൊന്നും അല്ല എന്നൊക്കെ പറയുമായിരുന്നു. പക്ഷെ അതിനൊന്നും സ്മെല്ലില്ല. എല്ലാ പൂക്കളും ഒറിജിനൽ തന്നെയാണ്, പക്ഷെ അതിനൊന്നും ഒരു മണം ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളിങ്ങനെ മണത്ത് നോക്കുകയാണ് കേട്ടോ, പൂവിന് മണം ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ ആ മണമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. അമ്മ അവിടെ ചോറൊക്കെ ചൂടാക്കിയിരുന്നു, എല്ലാവരോടും കഴിക്കാൻ പറയുമായിരുന്നു തണുക്കണേ മുമ്പ് എന്നൊക്കെ. അപ്പോൾ ഞാൻ ചോറും എടുത്തിട്ട് കഴിക്കുകയാണ്. പപ്പടമുണ്ട്, സാലഡുണ്ട്, എല്ലാവരും ചോറ് കഴിക്കുകയാണ്. ചെറിയ മാമ ഒന്നും ഉറങ്ങിയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് മക്കളെ അവർ പുറത്ത് പോയി എടുത്ത ഫോട്ടോസ് ഇട്ടത്, നല്ല അടിപൊളിയായിരുന്നു. പിന്നെ അതിനകത്തുനിന്ന് എടുത്ത ഫോട്ടോസൊന്നും ഒരു ക്ലിയറും ഉണ്ടായിരുന്നില്ല കേട്ടോ. അത് ഞങ്ങൾ മൊബൈലിലെടുത്താണ്, ഇനി ക്യാമറയിലെടുത്ത് എങ്ങനെയെന്ന് അറിയില്ല. അപ്പോൾ ക്യാമറയിലെടുത്തത് കഴിഞ്ഞാൽ നല്ല ക്ലിയർ ഉണ്ടാവും കേട്ടോ. അത് മൊബൈലെടുത്തിട്ടാണ്, വെളിച്ചൊന്നും ഇല്ലല്ലോ, ഒരു ക്ലിയറും ഇല്ല. പുറത്തുനിന്ന് അവരെടുത്ത നല്ല അടിപൊളി ഫോട്ടോസ് ആയിരുന്നു, എല്ലാ ഫോട്ടോസ് അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാണ്. കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു.